1980കളിൽ ഇപ്പോൾ പത്മിനി അല്ലെങ്കിൽ അംബാസഡർ പോലുള്ള വണ്ടികൾ നിരത്ത് വാഴുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് മാരുതി 800 വന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് 80s തന്നെ ഓമ്നി വന്നു. അപ്പോൾ ഓമ്നിയുടെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ മലയാള സിനിമയിലൊക്കെ നായകന്മാരുടെ വണ്ടി 800 ആയിരുന്നെങ്കിൽ വില്ലന്മാരുടെ വണ്ടി ഓമ്നി ആയിരുന്നു. അതായത് ഒരു തട്ടിക്കൊണ്ടുപോകൽ പരിവേഷങ്ങളുടെ വണ്ടിയായിരുന്നു ഓമ്നി. അപ്പോൾ ഓമ്നി എന്ന് പറയുന്നത് മാരുതിയുടെ ഒരു വണ്ടിയൊന്നുമല്ല, അതായത് സുസുക്കിയുടെ ഗ്ലോബൽ സുസുക്കിയുടെ കാരി എന്നോ അല്ലെങ്കിൽ എന്താ പറയുക എവരി എന്നോ വിളിക്കുന്ന ആ വണ്ടിയുടെ ഒരു ഇന്ത്യൻ രൂപം എന്നൊക്കെ ഓമ്നിയെ പറയാമായിരുന്നു. അപ്പോൾ ഈ ഒരു വാഹനങ്ങളൊക്കെ കാലങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ ഇന്ത്യയിലും ഒരു നല്ല ഒരു വണ്ടി വന്നു. അതായത് മാരുതി വേഴ്സ എന്ന പേരിൽ ആ ഒരു കാരി അല്ലെങ്കിൽ എവരി എന്ന് പറഞ്ഞാൽ ആ വണ്ടിയുടെ 10ാമത്തെ ജനറേഷൻ ആയിട്ടുള്ള ആ ഒരു വണ്ടി ഇന്ത്യയിലും വന്നു. പക്ഷേ അതൊരു വൻ വിജയമൊന്നും ആയില്ല. അവിടെ നിന്ന് അങ്ങോട്ട് അതിൻ്റെ സ്ട്രിപ്പിഡ് വേർഷനായിട്ടുള്ള ഈക്കോ വരുന്നത് 2010-ലാണ്. 2010 മുതൽ 2022 വരെ ഈക്കോ ഉണ്ടെന്ന് പറയാം. അതായത് 2022 ജൂണിൽ ഈക്കോ നിരത്തൊഴിഞ്ഞ് പോവുകയാണ്. പുതിയ വണ്ടി വരുന്നു കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ആ ഒരു ഈക്കോ ഉണ്ട്. വണ്ടിപ്രാന്തൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ആ വണ്ടി. ഈ ഒരു വണ്ടിയുടെ കാര്യം പറയുമ്പോൾ ഇതൊരു മിഡ് എഞ്ചിൻ റിയർ വീൽ ഡ്രൈവ് കാറാണ്. കാറെന്ന് പറയാൻ പറ്റില്ല, മൈക്രോ വാനെന്നോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു വാനെന്ന് തന്നെ പറയാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്പോർട്സ് കാറുകൾ പറയുന്ന പോലെ ഒരു മിഡ് എഞ്ചിൻ റിയർ വീൽ ഡ്രൈവ് സൂപ്പർ വാൻ അല്ലെങ്കിൽ സാധാ വാൻ. അപ്പോൾ ഈ ഒരു വാൻ്റെ കാര്യം പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ളൊരു വാനാണത്. ഇതിനകത്ത് ക്രിയേച്ചർ കംഫർട്ടായിട്ടുള്ള എന്താ പറയുക പവർ വിൻഡോ അങ്ങനെ കാണുന്നില്ല. AC ഉണ്ട്, കൂടാതെ CNG അടക്കം ഒരുപാട് വേരിയൻസ് ഉണ്ട്. അപ്പോൾ രൂപത്തെക്കുറിച്ച് തന്നെ ബോക്സി ഷേപ്പ് തന്നെയാണ്. വേഴ്സയുടെ ഒരു സ്ട്രിപ്പ് ഡൗൺ എന്ന് പറയുമ്പോൾ ആ ഒരു ക്ലാഡിയും കാര്യങ്ങളൊന്നും തന്നെ കാണില്ല. എന്നാലും കാഴ്ചയ്ക്ക് ഒരു ഭംഗിയുള്ള വാൻ തന്നെയാണ്. ഈ വാൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ ഓമ്നി കണ്ടുപോലുള്ള ആ ഒരു സ്ലൈഡിങ് ഡോർ തന്നെയാണ്. സെൻട്രൽ ലോക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു ലോക്ക് മാനുവലായിട്ട് തുറക്കണം. എന്നിട്ട് ഇതങ്ങ് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡോർ ഓപ്പണായി. ഇപ്പോൾ ഞാൻ ഓമ്നിയുടെ കാരണം ഓമ്നിക്കൊരു തട്ടിക്കൊണ്ടുപോകൽ വണ്ടിയുടെ പരിവേഷം കൊടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു സ്ലൈഡിങ് ഡോറാണ്. ഇപ്പോൾ സ്ലൈഡിങ് ഡോറിൻ്റെ ഒരു എന്താ പറയുക വിപുലമായ രൂപമൊക്കെ നമ്മൾ കിയ കാർണിവൽ പോലുള്ള വണ്ടികളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 5 സീറ്റർ വേരിയൻ്റാണ്. ഇൻഡസ്ട്രിയൽ പർപ്പസിനായിട്ടൊരു ബോഡി കെട്ടിയ ഒരു മോഡലോടി കൂടെ ഉണ്ട്. കൂടാതെ CNGക്ക് അത്യാവശ്യം നല്ലൊരു എഫിഷ്യൻസി ഉണ്ട്. ഇതിലൊരു 1.2 ലിറ്റർ എഞ്ചിനാണ്. എഞ്ചിനെ കുറിച്ചൊക്കെ കാര്യങ്ങളൊക്കെ വണ്ടി ഓടിക്കും പറയാം. ഇനി ഇതിൻ്റെ രൂപത്തെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വലിയ ഒരു രൂപമാണ്, പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം കുറേ വർഷങ്ങളായിട്ട് നിരത്തുള്ള വണ്ടിയാണല്ലോ. അപ്പോൾ വലിയൊരു ഗ്ലാസ് ഏരിയകളൊക്കെ കൂടി ചേർന്ന് അത്യാവശ്യം നല്ല വെളിച്ചമൊക്കെ ഉണ്ട്. ഇനി പിന്നിലാണെങ്കിലും ആ ഒരു ഡിക്കി തുറക്കാനായിട്ട് അല്ലെങ്കിൽ ബൂട്ട് തുറക്കാനായിട്ട് നമുക്ക് ഒരു റിമോട്ടോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ഇല്ല. ഇതൊരു 5 സീറ്റർ 7 സീറ്റർ വകഭേദങ്ങൾ കിട്ടുന്ന വണ്ടിയായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബാക്കിൽ അത്യാവശ്യത്തിലധികം സ്ഥലമുണ്ടെന്ന് കാണാം. അതായത് ഈ ഒരു ബാക്ക് സീറ്റിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളൊരു 5 സീറ്റർ വണ്ടിയായിട്ട് ട്രിപ്പ് കൊണ്ടുണ്ട്. ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം ഒരു 7 പേരന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ പോലെ അത്ര കർശനമായ നിയമങ്ങളില്ല. നമ്മൾ വാൽപ്പാറയ്ക്കാണ് പോയത്. അന്ന് ഇവിടെ ന്യൂസ് പേപ്പർ ഇങ്ങനെ അട്ടിയിട്ടിട്ട് ഈ സൈഡിലും ആ ന്യൂസ് പേപ്പർ ഇട്ട് ആ സൈഡിലും 2 പേരിൽ പോയത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ശരിക്കും ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസ് വണ്ടി എന്നൊക്കെ ഈ ഒരു ഈക്കോ പറയാം. അതായത് 4 പേർക്ക് അല്ലെങ്കിൽ 5 പേർക്ക് യാത്ര ചെയ്യാനും കുറേ ലഗേജ് കൊണ്ടുപോകാനും ഇപ്പോൾ ഡെയിലി ബേസിൽ സ്കൂൾ ബസ് പോലുള്ള ആ ഒരു ആപ്ലിക്കേഷനൊക്കെ ഈ ഒരു വണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ചെറിയ കിൻഡർ ഗാർഡനിലൊക്കെ. സ്ഥലം തന്നെയാണ് USP. സ്ഥലം എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു എന്താ പറയുക യൂട്ടിലിറ്റി വണ്ടി തന്നെയാണത്. അപ്പോൾ സീറ്റിൻ്റെ കാര്യം പറയുമ്പോൾ 5-7 സീറ്റുകളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ സീറ്റ് ഇങ്ങോട്ടേക്കുള്ള സ്ഥലം കൂടെ കാണാം. ഇനി ആ ഗ്ലാസ് ഏരിയ കൂടി ചേർന്നുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെളിച്ചമുള്ള ഒരു ഇൻറ്റീരിയർ കൂടിയാണ് ഈ ഒരു ഈക്കോയ്ക്ക് ഉള്ളത്. ഇപ്പോൾ ഫാൻസി കാറുകൾ കാണുന്ന ആ ഒരു എന്താ പറയുക റിയർ വൈപ്പറോ ഡിഫോർ അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളൊന്നും തന്നെ ഈക്കോയിൽ കാണില്ല. പക്ഷേ ഒരു വലിയ ഗ്ലാസ് കാണാം. ഇപ്പോൾ ഗ്ലാസിൻ്റെ കാര്യം പറയുമ്പോൾ റിയർ മിററിലൂടെ പിൻഭാഗം കാണാൻ പറ്റും. പിന്നെ പിന്നിലാണെങ്കിൽ ഒരു ചെറിയൊരു എലമെൻ്റൊക്കെ ഉണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടി കൊടുത്തത്. താഴെ ആ ഒരു പാർക്കിംഗ് സെൻസറും ആ ഒരു വലിയ ബമ്പർ എന്ന് പറയുമ്പോൾ ശരിക്കും യൂട്ടിലിറ്റി വണ്ടികളിലെ ഉള്ള ആ ഒരു പഴയ 800 ഓർഡർ കണ്ടുപോലുള്ള ആ ഒരു പ്ലാസ്റ്റിക് ബമ്പർ തന്നെയാണ്. പാർക്കിംഗ് സെൻസർ കാണാനുള്ളതാണ്. ഈക്കോയുടെ വശങ്ങളിൽ ആ ഒരു കാര്യം പറയുമ്പോൾ ഈ ഒരു ബോഡിയിൽ ഇതിനൊക്കെ തന്നെ കാണാം. പക്ഷേ അതൊന്നും അത്ര കാര്യമായിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷേ ഈ ഒരു ഫ്യൂവൽ ലിഡ് എന്ന് പറയുന്നത് ഡ്രൈവർ സീറ്റിന് താഴെയാണെന്നുള്ളതാണ്. അത് ലോക്കബിളാണ്. ലോക്കബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ അകത്ത് തുറക്കാൻ പറ്റില്ല, പുറത്തുതന്നെ തുറക്കാൻ പറ്റുള്ളൂ. ഇനി ചെറിയ വീലുകളാണ്, വലിയ സൈസൊന്നുമല്ല. അപ്പോൾ ഈക്കോ എന്ന് പറയുന്നത് ഒരു മിഡ് എഞ്ചിൻ റിയർ ഡ്രൈവ് വണ്ടിയാണെങ്കിൽ കൂടി ആ ഫ്രണ്ടിൽ ബോണറ്റ് ഉണ്ട്. ആ ബോണറ്റിനകത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം. പക്ഷേ ഈ ഒരു വീലിൻ്റെ സൈസിൻ്റെ കാര്യം പറയുമ്പോൾ 13 ഇഞ്ചാണ്. 13 ഒരു 155 LT ടയറാണ് കേട്ടോ. ഓമ്നിക്ക് ഭിന്നമായിട്ട് ഈ ഒരു വണ്ടിക്ക് ലീഫല്ല പിന്നിൽ. അതായത് ഫ്രണ്ടിലാണെങ്കിലും മക്ഫേഷൻ ഷാട്ടും ബാക്കിൽ ആ ഒരു കോയിൽ സ്പ്രിങ്ങൊക്കെ തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം ഒരു റൈഡ് കൂടിയുള്ളൊരു വണ്ടിയാണ്. ഇപ്പോൾ ഓമ്നി എന്ന് പറയുന്നത് തികച്ചും ചെറിയൊരു വാനായിരുന്നു. അപ്പോൾ റിച്ചാർഡ് ഹാമണ്ട് ആ ഒരു ടോപ്പ് ഗിയറിൻ്റെ ഒരു എപ്പിസോഡിൽ ചുമ്മാ ട്വിസ്റ്റ് ചെയ്ത് മറിക്കുന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം നോക്കുമ്പോൾ ഈ ഒരു വണ്ടിയായി വന്നപ്പോൾ ഈക്കോ വന്നപ്പോൾ കുറച്ചുകൂടി ഒരു കംഫർട്ടബിളായി. ഈക്കോ ആയപ്പോഴല്ല വേഴ്സ ആയപ്പോഴാണ്. വേഴ്സയുടെ സ്ട്രിപ്റ്റ് ആണെങ്കിൽ ഈക്കോയ്ക്കും ആ ഒരു കാര്യങ്ങളുണ്ട്. ഇനി വലിയ ഒരു വാൻ എന്ന പോലെ രൂപ കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അകത്ത്. ഇത് ശരിക്കും ഈക്കോയുടെ ടോപ്പ് എന്നൊക്കെ പറയുന്ന ഒരു വേരിയൻ്റാണ്. അതായത് 5 സീറ്റർ AC. ഇതിൻ്റെ മുന്നിലാണെങ്കിലും ആ ഒരു
ക്ലിയർ ലെൻസ് ഹെഡ് ലാംപ്സും കൂടാതെ ഗ്രില്ലൊക്കെ തന്നെ കാണാം. താഴെ വലിയ ഇടാമും ആ ഒരു ഫോഗ് ലാമ്പിൻ്റെ പ്രൊവിഷനൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഈ ഒരു ബോണറ്റിൻ്റെ ഒരു കാര്യമല്ലേ, ബോണറ്റിനകത്ത് എഞ്ചിനല്ല കേട്ടോ. ഈ ബോണറ്റിനകത്ത് നാനോയുടെയൊക്കെ ബോണറ്റ് കണ്ട പോലെ അത്യാവശ്യം യൂട്ടിലിറ്റീസാണ്. അതായത് ഇപ്പോൾ വൈപ്പർ ഫ്ലൂയിഡ് ആണെങ്കിലും അല്ലെങ്കിൽ ജാക്ക് പോലുള്ള കാര്യങ്ങൾ ഈ ഒരു കൂളൻ്റൊക്കെ തന്നെയാണ്, എഞ്ചിൻ കൂളൻ്റൊക്കെ തന്നെയാണ്. കൂടാതെ ആ ഒരു താഴെ AC-യുടെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാണാം. ഇത് AC മോഡലാണല്ലോ. ഇത് ABS യൂണിറ്റാണ്. അതായത് ഈക്കോ ഓമ്നിയിൽ നിന്ന് ഈക്കോയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു ഈക്കോയ്ക്ക് ABS-ഉം എയർ ബാഗൊക്കെ തന്നെ ഉണ്ടെന്നുള്ളതാണ്. ഇനി ഈ ഒരു വണ്ടിയുടെ പ്രത്യേകതയായിട്ട് പറയുമ്പോൾ ഈ ഒരു രൂപം തന്നെയാണെന്നുള്ളതാണ് പറയുന്നത്. ഇനി പുതിയ ഒരു ഈക്കോ വരുന്നു എന്ന് കേൾക്കുന്നുണ്ട്. പുതിയ ഈക്കോ വരുന്നു എന്ന് പറയുമ്പോഴും പുതിയ ഈക്കോയുടെ ഒരു കാര്യമായിട്ട് കാണുമ്പോൾ ജപ്പാനിലെ കാറുകളിലെ പോലുള്ള പല ഫോട്ടോസ് നമ്മൾ ഇപ്പോൾ സ്പൈപ്പിക്കായിട്ട് കണ്ടു. അപ്പോൾ എന്താ അവസ്ഥ അറിയില്ല, എന്നാലും പുതിയ ഈക്കോയ്ക്കായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു ഡോർ ഹാൻഡിലുകൾ ഇത് സ്ലൈഡിങ് ആയതുകൊണ്ട് വെർട്ടിക്കലായിട്ടും ഇത് ഹോറിസോണ്ടലായിട്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ തുറന്ന് അകത്ത് കയറാം. അകത്ത് കയറുമ്പോൾ ഈ ഒരു ഡ്രൈവർ സീറ്റിന് നമുക്ക് സ്ലൈഡിങ് മെക്കാനിസം ഉണ്ട്. സ്ലൈഡിങ് മാത്രമല്ല, നമുക്ക് ഇതിൻ്റെ ഒരു റിക്ലൈൻ കൂടി അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഈ ഒരു ഗിയർ ലിവർ ഉണ്ടോ, റിക്ലൈൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണം. അതൊരു കൗതുകമാണ്. ഈ റിക്ലൈൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ശരിക്കും ഇവിടെയാണ്. ഈ ഒരു ലിവർ ഉണ്ടോ, ഇപ്പോൾ ഫ്ലൈറ്റിനകത്ത് ഫ്ലാപ്പിൻ്റെ ലിവർ പോലുണ്ടെന്ന് പറഞ്ഞാലും അതിശയോക്തിയില്ല. ഇനി ഓമ്നിക്ക് ഭിന്നമായിട്ട് നല്ല ഒരു ഡോർ പാഡൊക്കെ തന്നെയാണ്. കൂടാതെ ഈ ഒരു ഡാഷ് ബോർഡ് നമ്മൾ പല വണ്ടികളും കണ്ടുള്ള രൂപം തന്നെയാണ്. ഓൾട്ടോയുടെയൊക്കെ ആ ഒരു സാമ്യമുള്ള ഡാഷ് ബോർഡ് എന്ന് പറയാം. 2 കളറുകളാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഡാഷ് ബോർഡാണെന്ന് പറയാം. ഇനി സ്റ്റിയറിംഗ് നമ്മൾ ഓൾട്ടോ കേട്ടന് കണ്ട ആ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഒരു രൂപമാണ്. ഇത് പവർ സ്റ്റിയറിംഗ് അല്ല, ഇത് സാധാ മെക്കാനിക്കൽ സ്റ്റിയറിംഗ് തന്നെയാണ്. കൺസോൾ മൗണ്ടാണ് ഗിയർ ഷിഫ്റ്റ്, അതായത് എഞ്ചിൻ താഴെയാണല്ലോ, അപ്പോൾ മുകളിലായിട്ട് ഗിയർ ഷിഫ്റ്റ് കാണാം. അപ്പോൾ സീറ്റിനടിയിലാണ് എഞ്ചിൻ ഉള്ളതുകൊണ്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ സീറ്റ് പൊക്കി നമ്മൾ ഓമ്നി കണ്ട പോലെ തന്നെ സീറ്റ് പൊക്കി നോക്കേണ്ടി വരും. പിന്നെ അകത്ത് കയറി ഇരുന്ന് കഴിയുമ്പോഴാണെങ്കിലും ഈ ഒരു എയർ ബാഗ് സിമ്പിൾ കണ്ടില്ലേ. അപ്പോൾ എയർ ബാഗും ABS ഉള്ള ഒരു വണ്ടിയാണിത്. ഈ ഒരു സിമ്പിൾ ഉണ്ടോ, ഇത് ഈക്കോയിൽ സ്റ്റീരിയോ വയ്ക്കാനുള്ള പ്രൊവിഷനാണ്. നമുക്കിത് പറിച്ചിട്ട് സ്റ്റീരിയോ വയ്ക്കാനുണ്ട്. സ്റ്റീരിയോ വെച്ച പല വണ്ടികളും നമ്മൾ കണ്ടിട്ട് ഒരു 12 വോൾട്ട് സോക്കറ്റാണ് ഇതിനകത്തുള്ള ആകെ ഒരു ലക്ഷറി എന്ന് പറയാവുന്നത്. ഒരു ചെറിയ ഒരു ഗ്ലോ ബോക്സ് കൂടി കാണാം. ഇനി ഈക്കോയുടെ അകത്തിരിക്കുമ്പോൾ നമുക്ക് ശരിക്കും എല്ലാം കാണാം, കണ്ടുകൊണ്ട് വണ്ടി ഓടിക്കാനുള്ളതാണ്. ഇനി ഈ മീറ്റർ കൺട്രോളിനകത്ത് ആ ഒരു മീറ്ററും MID മാത്രമേ ഉള്ളൂ. അതിനകത്താണെങ്കിൽ ട്രിപ്പ് മീറ്ററും ആ ഒരു ഓഡോമീറ്ററും കാണാം. ഇനി AC കൺട്രോൾസൊക്കെ തന്നെ പഴയ വാഗണറിലോ കണ്ട ആ ഒരു സ്ലൈഡിങ് മെക്കാനിസം കേട്ടോ. ഇതാണ് ആ ഒരു റീസർവേഷൻ മോഡ്. AC ബട്ടൺ കാണാം. ഫാൻ അത്യാവശ്യം നല്ല AC ആണ്, അത് പറയേണ്ടതുണ്ട്. AC മാത്രമല്ല, ഹീറ്റർ കൂടിയുണ്ട്. ഒരേ കാറ്റഗറിയിൽ വണ്ടികൾ വിൽക്കുക എന്നുള്ളത് മാരുതിയുടെ ഒരു കാര്യമാണ്. അപ്പോൾ ഈക്കോ എന്ന് പറയുന്ന വണ്ടി എന്ന് പറയുന്നത് ഓമ്നിയുടെ തോളൊരുമി വിറ്റുകൊണ്ടിരുന്നതാണ്. 84-ലാണെന്ന് തോന്നുന്നു മാരുതി ഓമ്നി വരുന്നത്. അവിടുന്ന് അങ്ങോട്ട് 2010 ആയപ്പോഴാണ് ഈ ഒരു ഈക്കോ വന്നത്. ഈക്കോ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുള്ള വേഴ്സയുടെ ആ ഒരു സ്ട്രിപ്പ് ഡൗൺ വേർഷൻ എന്നൊക്കെ പറയാം. അതായത് വേഴ്സ എന്ന് പറയുമ്പോൾ ഒരു ഇത്തിരി പരിഷ്കാരിയായിട്ടുള്ളൊരു വാനായിട്ട് വന്ന വണ്ടിയാണ്. അതായത് അതിനകത്ത് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉണ്ടാകും, നല്ല സീറ്റുകളായിരുന്നു. തികച്ചും എനിക്ക് തോന്നുന്നു വാഗണാറിനേക്കാളും കംഫർട്ടബിളായിട്ട് യാത്രയാവുന്നൊരു വണ്ടിയായിരുന്നു ആ ഒരു വേഴ്സ. പക്ഷേ എന്തുകൊണ്ടോ വേഴ്സ അങ്ങ് അത്ര വലിയ സക്സസ് ആയില്ല. അതുമാത്രമല്ല, വേഴ്സ പെട്ടെന്ന് നിർത്തുകയും ചെയ്തു. അങ്ങനെ വേഴ്സയുടെ ഒരു ലോ കോസ്റ്റ് എന്ന് പറയാം. ലോ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഈക്കോ വരുന്ന സമയമാകുമ്പോഴേക്കും പൈസ കുറച്ചുകൂടി കൂടിനായിരുന്നു. എന്നാലും ഒരു സ്ട്രിപ്പ് ഡൗൺ വേർഷനായിട്ടുള്ള ഈക്കോ വന്നു. ഈക്കോ വന്നപ്പോൾ ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ് AC ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. കൂടാതെ ഈ ഒരു 1.2 ലിറ്റർ എഞ്ചിൻ അത്യാവശ്യം ഓടിക്കാൻ ഫണ്ണുള്ള എഞ്ചിനായിരുന്നു. ഞാൻ വീണ്ടും ഫണ്ണെന്നാണ് പറഞ്ഞത്, സാരില്ല. അപ്പോൾ ഓടിക്കാൻ രസമുള്ളൊരു വണ്ടിയായിരുന്നു ഈക്കോ. അതായത് ഒരു സാധാരണക്കാരന് ഒരു 7 സീറ്റർ വണ്ടി വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഈക്കോയുടെ അത്ര നല്ല ചോയ്സ് വേറെ ഉണ്ടായിരുന്നില്ല. 7 സീറ്റുകളും 5 സീറ്റുകളുമായിട്ടുള്ള 2 വകഭേദങ്ങൾ ഈ വണ്ടിക്ക് ഉണ്ടായിരുന്നു. പിന്നെ CNG വന്നു, അതായത് SCNG, മാരുതിയുടെ SCNG വന്നപ്പോൾ ഈക്കോയും CNG എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ USP അല്ലെങ്കിൽ യൂണിക് സെല്ലിംഗ് പോയിന്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം ഇപ്പോൾ വണ്ടി അടുത്ത ഈക്കോ വരുന്നവരെ നമുക്ക് ഈക്കോ ഉണ്ടാവില്ലോ. അതുകൊണ്ട് ആയിരുന്നതെന്ന് പറയുന്നത് സ്പേസ് തന്നെയായിരുന്നു. ഇപ്പോൾ 7 സീറ്റർ, വില കുറഞ്ഞ 7 സീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ് ഇതിൻ്റെ വില എന്നൊക്കെ പറഞ്ഞില്ലേ. 495 ഈ ഒരു വണ്ടിയുടെ എക്സ്ഷോറൂം പ്രൈസ്. ഇത് നിർത്താൻ പോകുന്ന ഈ സമയത്ത്, അതായത് ജൂണിലൊക്കെ ഉണ്ടായിരുന്ന പ്രൈസ് എന്ന് പറയുന്നത്. CNGക്ക് കുറച്ചുകൂടി പൈസ ആയിരിക്കും. ഇനി ഇതിൻ്റെ ഒരു ഫ്യൂൽ എഫിഷ്യൻസി അത്യാവശ്യം 16-17 കിലോമീറ്ററൊക്കെ മാരുതി പറയുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഈ ഒരു 1.2 ലിറ്റർ ഓടിക്കാനുള്ള ഫണ്ട് പോലെ അത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനല്ല ഇപ്പോഴത്തെ ഒരു KC എഞ്ചിനിലേക്ക് കമ്പയർ ചെയ്യുമ്പോൾ. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 16 കിലോമീറ്റർ താഴെ, അതായത് ഒരു 13-14 ഒരു മൈലേജ്. ഇപ്പോൾ ഞാൻ ഈ വണ്ടിയായിട്ട് ശരിക്കും വലിയൊരു ലോങ് ട്രിപ്പൊക്കെ പോയിട്ടുണ്ട്. ആ ലോങ് ട്രിപ്പ് പോയ സമയത്ത്, അതായത് അന്നെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊച്ചിയിൽ ജോലി വേണ്ടുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ലോങ് ട്രിപ്പ് പോകേണ്ട ഒരു ആവശ്യം വന്നു. ആവശ്യം എന്ന് പറയുമ്പോൾ ട്രിപ്പാണ്, അതിന് പറ്റിയ വണ്ടിയില്ല. എല്ലാവരും ആയാലും കുഞ്ഞു കാറാണ്. അപ്പോൾ മാരുതി 800 അല്ലെങ്കിൽ ഓൾട്ടോ അങ്ങനെയുള്ള വണ്ടികളാണ്. അപ്പോൾ നമുക്ക് പോകാനായിട്ട് ഏത് വണ്ടിയിൽ നിന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഒരു ഈക്കോ മേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നോക്കിയപ്പോൾ 5 സീറ്ററാണ്, 7 സീറ്റർ അല്ല. അന്ന് 5 സീറ്റർ വാങ്ങിയിട്ട് 7 സീറ്റർ ആകുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും നടക്കില്ല കേട്ടോ. ഇപ്പോൾ എല്ലാം പ്രശ്നമാണ്. അതായത് അന്നൊന്നും അത്രയ്ക്കൊരു സ്ട്രിക്റ്റ് ആയിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു വണ്ടി നോക്കുമ്പോൾ 7 സീറ്റർ ആയില്ല, 5 സീറ്റർ ആയിട്ടുള്ളൂ. 7 സീറ്റർ ആക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ പോകും, നമ്മൾ 7 പേരുണ്ട് താനും. അങ്ങനെ ഒരു സൊല്യൂഷനിലെത്തിയത്
കുറച്ച് പഴയ പേപ്പർ അടക്കി പിന്നിലിടാനുള്ളായിരുന്നു. അങ്ങനെ പഴയ പേപ്പർ അടക്കി പിന്നിലിട്ട് 2 സീറ്റുകൾ ഞങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്തു. എന്നിട്ട് ആ ഒരു സീറ്റിൻ്റെ മുകളിൽ ഇരുന്ന് യാത്ര ചെയ്തു. അതായത് ഈ ഒരു വണ്ടിയുടെ പ്രശ്നം എന്ന് പറയുന്നത്, ആ ഒരു യാത്രയിൽ ഉണ്ടായ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളിത്തിരി അഗ്രസീവായിട്ട് ഓടിക്കണം. വാൽപ്പാറയാണ് നമ്മൾ പോയത്. വാൽപ്പാറ പോകുമ്പോൾ തിരിവും വളവുകളൊക്കെ ഉണ്ട്, അതിരപ്പള്ളിയൊക്കെ അറിയാലോ. ആ ഒരു തിരിവുകൾ ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു സ്വഭാവത്തിലൊന്നിങ്ങനെ കാലൊക്കെ കൊടുത്ത് വളച്ചു പിടിച്ച് ഓടിച്ചപ്പോൾ ശരിക്കും പിന്നിരുന്ന ആൾക്കാർ സ്വർഗം കണ്ടു. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് അങ്ങനെയൊക്കെ കണ്ടു. പക്ഷേ അതിനുള്ള സൊല്യൂഷൻ കണ്ടു. ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് മാറി മാറി ഓടിക്കാനുള്ളായിരുന്നു. അങ്ങനെ എനിക്കും കിട്ടി ആ ഒരു പിന്നിരിക്കാനുള്ള അവസരം, അതായത് പേപ്പറിൻ്റെ പുറത്തിരിക്കാനുള്ള അവസരം. അങ്ങനെ പേപ്പറിൻ്റെ പുറത്തിരുന്ന് യാത്ര ചെയ്തൊരു അനുഭവം കൂടി ഈ ഒരു ഈക്കോയിലുണ്ട്, ഏറ്റവും ബാക്ക് സീറ്റിൽ. അപ്പോൾ ഓമ്നിയായിട്ടൊരു കമ്പാരിസൺ അവിടെ വേണമെങ്കിൽ വരാം. അതായത് ഓമ്നിക്ക് ലീഫ് സ്പ്രിങ് ആണല്ലോ, ഈ ഒരു വണ്ടിക്ക് ലീഫല്ല. അതായത് ഇതിൻ്റെ പിന്നിൽ സ്പ്രിങ് ആണ്, കോയിൽ സ്പ്രിങ് ആണ്. അപ്പോൾ അത്യാവശ്യം ഒരു യാത്രാ സുഖമൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്തെ വണ്ടികളിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈക്കോയുടെ ഒരു അപ്ലിക്കേഷൻസ് ഒക്കെ മാറി. അതായത് ഈക്കോ കുറച്ചധികം പേർക്ക് ഇപ്പോൾ ഷട്ടിൽ അടിക്കാനുണ്ട്, അതല്ലെങ്കിൽ എന്താ പറയുക, സ്കൂൾ കുഞ്ഞ് കിൻഡർ ഗാർഡൻ പോലുള്ള കുട്ടികളെ കൊണ്ടുപോകാനുള്ള ആവശ്യം. അങ്ങനെ ഫാമിലി യൂസിന് തന്നെ വാങ്ങുന്നെങ്കിൽ തന്നെ അത് അത്ര അധികം ഓട്ടമില്ലാത്തൊരവസ്ഥയിലൊക്കെയാണ് വാങ്ങുന്നതാണ്. അപ്പോൾ പുതിയ തലമുറ വണ്ടികൾ വന്നപ്പോൾ പൊതുവെയുള്ള ഈ ഇതുപോലുള്ള വണ്ടികൾ, അതായത് കുറച്ച് ഇത്തിരി റെഡിമെൻട്രി എന്ന് പറയാൻ പറ്റും, യെസ്, അങ്ങനെയുള്ള വണ്ടികളൊക്കെ തന്നെ എന്താ പറയുക ഒന്ന് മാറി നിന്നു. എന്നാലും വലിയ സെയിലൊന്നും പറഞ്ഞില്ല. മഹേന്ദ്രയുടെ ബൊലേറോ എന്ന് പറയുന്ന പോലെ മാരുതിയുടെ ഈക്കോ അത്യാവശ്യം നല്ല സെയിലിൽ നടന്ന വണ്ടിയായിരുന്നു. അതായത് ഈ ഒരു കാറ്റഗറിയിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു വാൻ ഇല്ലല്ലോ വേറെ. ടാറ്റയൊക്കെ ഇടക്കാലത്ത് ഒരു വാനൊക്കെ ഇറക്കാനൊക്കെ ശ്രമിച്ചായിരുന്നു, പക്ഷേ ഡീസൽ വണ്ടിയൊക്കെ ഇറങ്ങി. പക്ഷെ അതൊന്നും അത്ര വിജയമായില്ലല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഒരു യുണീക്ക് കാറ്റഗറി ഈ ഈക്കോയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് മിഡ് എഞ്ചിൻ റിയൽ ഡ്രൈവ് സൂപ്പർ വാൻ എന്ന് ഞാൻ പറയുന്നത് ഒരു തമാശയ്ക്ക് പറയുന്നതാണ്. വാൻ ഒരു മൈക്രോ വാൻ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു വാൻ എന്ന് പറയുന്നത് ശരിക്കും ജപ്പാനിലെ കേക്കാറുകളുടെ ഒരു ഭാഗമായിട്ടൊക്കെ ഉള്ള വണ്ടികളിലൊന്നാണ്. അതായത് ജപ്പാനിലെ കാര്യങ്ങൾ നമ്മളൊരു വീഡിയോ ചെയ്യണം കേക്കാറിനെ കുറിച്ച്. ആ ഒരു കാര്യത്തിൽ നമ്മൾ ഓമ്നി അല്ലെങ്കിൽ ഞങ്ങളുടെ വണ്ടികൾ കണ്ട് സൂപ്പർ ക്യാരി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ക്യാരി എന്ന് പറയുന്ന, അല്ലെങ്കിൽ എവരി എന്ന് പറയുന്ന വണ്ടികൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള വണ്ടിയാണ്. ഇതിൻ്റെ 10ാം ജനറേഷൻ ആണെന്ന് വേഴ്സാ. 10ാം ജനറേഷൻ്റെ സ്ട്രിപ്പ് ഡൗൺ ചെയ്ത വേർഷനാണ് ഈ ഒരു വണ്ടി, നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ വേഴ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ സീറ്റുകളുടെ ആ ഒരു പ്ലഷ്നെസ് ഇല്ല, പുഷ് ബാക്ക് പോലുള്ള കാര്യങ്ങൾ. അതായത് ഈവൻ ദോ സ്ലൈഡൊക്കെ ചെയ്യാം, റിക്ലൈൻ ചെയ്യാമെങ്കിൽ കൂടി അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റല്ലല്ലോ. പക്ഷേ ഇതിന് ഇൻഡസ്ട്രിയൽ പർപ്പസിന് കൂടി ആളുകൾ ഇത് വാങ്ങി തുടങ്ങിയുള്ളതാണ്. അതായത് ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് തൊഴിലാളികളെ കൊണ്ടുപോകാനും അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആളുകൾ ഈ വണ്ടി ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി പറയാനൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു വണ്ടിയുടെ വീഡിയോ ചെയ്യാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന വണ്ടികളുടെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വണ്ടികളുടെ ഒരു സ്വഭാവം നോക്കി കഴിഞ്ഞാൽ നമ്മൾ എല്ലാ തരം വണ്ടികളും ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മുമ്പ് ചെയ്ത വീഡിയോ ഓടി A6 ആണ്. ഇതുപോലുള്ള വണ്ടികളുടെയൊക്കെ ഒരു റിലവൻസ് എന്ന് പറയുന്നത് നമ്മളെ ഒരു നിരത്തിൽ വാഹന ലോകത്തിന് ഉണർവുണ്ടാക്കിയ വണ്ടികളാണ്. ഇപ്പോൾ മാരുതി 800 എന്ന് പറയുന്നത് ചരിത്രമേ മാറ്റിയ വണ്ടിയാണ്. അതുപോലെ ഓമ്നി എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ, ഓമ്നി എന്നൊക്കെ പറയുന്നത് ലക്ഷറി സെഗ്മെൻറ്റിലുള്ള ഒരു വണ്ടി പോലായിരുന്നു അന്നത്തെ കാലത്തൊക്കെ, 80 അല്ലെങ്കിൽ 90 അതായത് ഒരു വീട്ടിൽ വണ്ടി വാങ്ങാൻ ആലോചിക്കുമ്പോൾ വളരെ ലളിതമായിട്ടുള്ള ലിസ്റ്റുകൾ, ഈ വണ്ടി അല്ലെങ്കിൽ ആ വണ്ടി അല്ലെങ്കിൽ ആ വണ്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓമ്നി അല്ലെങ്കിൽ 800 അല്ലെങ്കിൽ 50 ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു കാലത്ത് നിന്ന് നമ്മൾ വന്ന് നിൽക്കുന്നത് നിരത്ത് നിറയെ വണ്ടികളാണ്, നമുക്ക് എണ്ണാൻ പറ്റാത്ത അത്ര വണ്ടികളാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലത്ത് നമ്മൾ ഈ ഒരു വണ്ടികളെയൊക്കെ നമ്മൾ ശരിക്കും ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള വണ്ടികളാണല്ലോ ഇവയൊക്കെ. അപ്പോൾ ഈക്കോ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു കെ കാറുകളുടെ കാര്യം ഞാൻ പറഞ്ഞു, കെ കാറുകളുടെ കാര്യത്തിൽ വീട്ടിലും പറഞ്ഞ കാര്യമുണ്ട്. നമുക്ക് അങ്ങനെ ഒരു സെഗ്മെൻറ്റ് കിട്ടിയില്ല. ഓമ്നിയെ കുറിച്ച് പറയാൻ നമുക്ക് വേറൊരു എപ്പിസോഡ് ചെയ്യാം. എന്നാലും ഓമ്നിക്ക് എക്സൽ എന്ന് പറഞ്ഞാൽ ഹൈ റൂഫുള്ള വണ്ടികളായിരുന്നു. അപ്പോൾ ഈക്കോയുടെ ഒരു കാര്യം ഞാൻ വീണ്ടും പറയുമ്പോൾ, ഈക്കോയുടെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു യൂസബിലിറ്റി തന്നെയാണ്. അതായത് അത്യാവശ്യം ഓടിക്കാൻ സുഖമുള്ള 7 പേര് ഞങ്ങളൊന്ന് പോയി എന്ന് പറഞ്ഞു, നമുക്കത്ര ഒരു പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. കാരണം ഇതിൻ്റെ 1.2 ലിറ്റർ എഞ്ചിൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു യൂസബിൾ ആയിട്ടുള്ള എഞ്ചിനാണ്. അതായത് 74 bhp പവർ, കൂടാതെ 98 Nm ടോർക്കുണ്ട്. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കാവുന്ന ഒരു എഞ്ചിൻ്റെ സ്പെക്കാണിത്. കാരണം അവിടെ താങ്കൾ കയറി പൂജ നമ്മളൊരു ലീഗൽ സ്പീഡിലൊക്കെ അത്യാവശ്യം നന്നായി തന്നെ ക്രൂസ് ചെയ്ത് പോകാനും പറ്റുമായിരുന്നു. ഇതൊക്കെ ഞാൻ പറയുന്ന എക്സ്പീരിയൻസ്, ആ ഡ്രൈവിൻ്റെ എക്സ്പീരിയൻസാണ്. പിന്നെ സസ്പെൻഷൻ ഞാൻ പറഞ്ഞു, ലീഫല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഒരു നല്ല വണ്ടിയായിരുന്നു ഈക്കോ. അതായത് വേഴ്സായിട്ട് വന്നപ്പോൾ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെ നഷ്ടപ്പെട്ടെങ്കിൽ കൂടി യൂസബിലിറ്റിയുടെ കാര്യത്തിൽ 2022 വരെ നിരത്തിൽ നിലകൊണ്ടു എന്നുള്ളത് ഈ ഒരു വണ്ടിയുടെ വൻ സക്സസ് തന്നെയാണ്. അതായത് ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല. ഇന്നത്തെ കാലത്ത് കാണുന്ന വണ്ടികൾ കാണുന്ന പലതും ഈക്കോയിൽ നമ്മൾ കണ്ടിട്ടില്ല. ഈക്കോ അപ്ഗ്രേഡ് ചെയ്തെങ്കിൽ കൂടി ABS എയർ ബാഗും ഒരു സേഫ്റ്റി സ്റ്റാൻഡേർഡായിട്ട് വന്നു. അത് റെഗുലേഷൻ ആയിട്ട് വന്നതാണ്. എന്നാൽ കൂടി അതിനപ്പുറത്തേക്ക് നമ്മളൊന്നും കണ്ടിട്ടില്ല. അതായത് ഒരു റെഗുലർ കാർ, ബേസിക് കാർ, ഒരു ബേസിക് വാൻ. ഈ ഒരു വാൻ എന്ന് പറയുന്നത് ഇത്രയും കാലം നമ്മുടെ നിരത്തിൽ നിലകൊണ്ടു എന്നുള്ളതാണ്. അതായത്
ഒരുപാട് വണ്ടികൾ വിറ്റിട്ടുണ്ട്, ഒരുപാട് ആളുകൾ ഇത് മേടിച്ചിട്ടുണ്ട്. കാരണം ഈസി ടു യൂസും റിലയബിളും ആയിട്ടുള്ള വാൻ എന്ന നിലയ്ക്കൊക്കെയാണ് ഈ വണ്ടി കാണാവുന്നത്. കൂടാതെ AC ഉണ്ടല്ലോ, അതുകൊണ്ട് ലോങ് ഡ്രൈവ് ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോകാനാണെങ്കിലും, ഇപ്പോൾ അത്യാവശ്യത്തിന് ട്രിപ്പ് നമ്മൾ വന്ന് വൽപ്പാറ പോയ പോലെ അത്യാവശ്യം ട്രിപ്പ് പോകാനാണെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ തന്നെ പറ്റിയ ഒരു വാൻ, ഒരു മിഡ് എഞ്ചിൻ റിയർ വീൽ ഡ്രൈവ് വാൻ എന്ന നിലയ്ക്ക് ഈ ഈക്കോ അത്യാവശ്യം നന്നായി തന്നെയാണ് നിലകൊണ്ടിരുന്നത്. അതായത് ഇനിയും യൂസ്ഡ് കാർ മാർക്കറ്റിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള പോലുള്ള വണ്ടികൾ നോക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു വാങ്ങാൻ ഉതകുന്ന ഒരു വണ്ടി തന്നെയാണത്. അതായത് നമ്മുടെ അപ്ലിക്കേഷൻ അനുസരിച്ചിരിക്കും, ഒരുപാട് ഹാർഡായിട്ടുള്ള യൂസൊന്നുമില്ല. അതായത് ചെറിയ ചെറിയ ഓട്ടങ്ങളേ ഉള്ളൂ. അത് മാത്രമല്ല ഈ ന്യൂ കിൻഡർ ഗാർഡൻ പോലുള്ള കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഇത്തിരി കൂടി ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസ് ലഗേജൊക്കെ കുറേ കൊണ്ടുപോകാണ്ട് 5 പേർക്ക് യാത്ര ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ടൊക്കെ ഉതകുന്ന ഒരു വണ്ടി എന്ന നിലയ്ക്ക് ഈക്കോയെ കാണാം. അതാണ് ഈക്കോയുടെ ഒരു കാര്യം, ഈക്കോയുടെ റിലവൻസ് എന്ന് പറയുന്നത്. ആ റിലവൻസ് തന്നെയാണ് ഈക്കോയെ അത്യാവശ്യം നല്ല വിജയിച്ചൊരു വണ്ടിയായിട്ട് ഇങ്ങനെ നില കൊള്ളിക്കുന്നതും അല്ലെങ്കിൽ പൊള്ളിച്ചതും. അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൽ കൊണ്ടുവന്ന വണ്ടികളൊക്കെ തന്നെ ഒത്തിരി സ്പെഷ്യലായിട്ട് വണ്ടികളായിരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ കൊണ്ടുവന്ന വണ്ടികളാണ്. അതുപോലെ തന്നെ ഈക്കോയും അത്യാവശ്യം ഒരു സ്പെഷ്യലായിട്ട് വണ്ടിയാണ്. കാരണം മാരുതി സുസുക്കിയെ സംബന്ധിച്ച് ഒരു വാൻ, അതായത് ഓംനി ഓൾറെഡി അത്യാവശ്യം നല്ല ഹിറ്റായ വണ്ടിയാണ്. കൂടാതെ ഈക്കോയും അത്യാവശ്യം നല്ല ഹിറ്റായ വണ്ടിയാണ്. ഈ വണ്ടിയുടെ അടുത്തൊരു വേർഷൻ വരുന്നു എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂ എന്ന് കേൾക്കുമ്പോൾ വരുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് ഒരു നല്ല ഒരു മോഡലായിട്ട്. ഇപ്പോൾ ജപ്പാനിൽ കാണുന്ന കാറുകളുടെ തുല്യമായിട്ടുള്ള ലുക്കുള്ള അല്ലെങ്കിൽ അതുപോലുള്ള ഫീച്ചേഴ്സൊക്കെയുള്ള വണ്ടികളൊക്കെ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇപ്പോൾ സെലേറിയ പോലെ, വാഗണാർ പോലെ, അതുപോലെ മറ്റുള്ള വണ്ടികളൊക്കെ തന്നെ ഡ്യുവൽ ജെറ്റ്, ഡ്യുവൽ VVT എഞ്ചിനുള്ള വണ്ടികളൊക്കെ തന്നെ വന്നേക്കാം. അതായത് വണ്ടി ചിലപ്പോൾ വന്നേക്കാം, ചിലപ്പോൾ എന്ന് പറയുന്നുള്ളൂ, ചാൻസ് ഉണ്ട്. അപ്പോൾ ഈക്കോയുടെ കാര്യം പറയുമ്പോൾ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു MPV, അതായത് 7 സീറ്റർ 5 സീറ്റർ ഒരു കുഞ്ഞ് വണ്ടിയായിരുന്നു. ഏറ്റവും വില കുറഞ്ഞ ഒരു 7 സീറ്റർ നിലയ്ക്ക് കാണാവുന്ന, അതായത് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു 7 സീറ്റർ നിലയ്ക്ക് കാണാവുന്ന ഒരു വണ്ടിയായിരുന്നു ഈക്കോ. അപ്പോൾ ഈക്കോ 2022 ജൂണിൽ അൺഒഫീഷ്യലായിട്ട് നമ്മൾ അറിഞ്ഞ കാര്യമാണ്, അത് നിർത്താൻ പോവുകയാണ് എന്നുള്ളത്. പുതിയ വേർഷൻ ചിലപ്പോൾ വന്നേക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഈക്കോ ഒന്ന് ഓടിക്കുക, ഈക്കോയുടെ കുറച്ച് കാര്യങ്ങൾ പറയുക, ഈക്കോയ്ക്ക് നന്നായി തന്നെ ഒരു ട്രിബ്യൂട്ടായിട്ട് ഈ വീഡിയോ കാണാം. അപ്പോൾ അതുപോലെ ഒരു വീഡിയോ ഉപയോഗപ്പെടുന്നതിൻ്റെ കരുതുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ ബെല്ലെ കൂടി ക്ലിക്ക് ചെയ്യുക, എന്നാലേ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്കിൽ ലൈക്ക്, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയറും നമ്മുടെ ഇന്നലെ അറിയാലോ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.